ഹലോ, എല്ലാവർക്കും നമസ്കാരം. അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ കാര്യമാണ് ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നത്. കുറച്ച് ദിവസം മുന്നേ ഈ അമ്മ എന്ന സംഘടനയിൽ വർഷങ്ങളായി ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഇടവേള ബാബു അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം സ്ഥാനം ഒഴിയാൻ തീരുമാനിക്കുകയും അങ്ങനെ ജനറൽ ബോഡി വയ്ക്കുകയും അതിൽ തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തു. അങ്ങനെ തിരഞ്ഞെടുപ്പിൽ സിദ്ദീഖ് ആണ് അമ്മയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വൈസ് പ്രസിഡൻ്റായി ജഗദീഷിനെയും ജയൻ ചേർത്തലയെയും കൂടാതെ ജോയിൻറ്റ് സെക്രട്ടറിയായി ബാബുരാജ് ആണ്, ട്രഷറർ ഉണ്ണി മുകുന്ദനാണ് എന്നിവരാണ് ഈ സ്ഥാനങ്ങളിൽ പുതിയ ഭാരവാഹികളായി വന്നിരിക്കുന്നത്. ഇനി അമ്മയുടെ ചെറിയൊരു കാര്യം സംഘടനയുടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഈ സംഘടന നിലവിൽ വന്നത് ഏകദേശം 1994 അത് സുരേഷ് ഗോപി എന്ന നടൻ്റെ മനസ്സിൽ ഉദിച്ച ചെറിയൊരു കാര്യമാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് ആ കാലത്ത് എല്ലാ ആളുകൾക്കും സംഘടനയുണ്ട്, എല്ലാ മേഖലയിലുമുണ്ട്, എന്തുകൊണ്ട് നമുക്കൊരു സംഘടന രൂപീകരിച്ചുകൂടാ എന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ ആശയം അദ്ദേഹം മണിയൻ പിള്ള രാജുവിനോടും ഗണേഷ് കുമാറിനോടും സംസാരിച്ച് അങ്ങനെ അവർ മൂന്ന് പേരും ചേർന്ന് ഒരു സംഘടനയുണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. പിന്നീട് അത് തിരുവനന്തപുരത്ത് വെച്ച് അവർ എല്ലാ താരങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ ഒരു സംഘടന രൂപീകരിച്ചു. അതാണ് അമ്മ. ഈ അമ്മയിൽ അന്ന് ഏകദേശം അമ്മ എന്ന സംഘടനയിൽ 110 പേരാണ് അന്നുണ്ടായിരുന്നത്. ഇന്ന് 507 പേരാണ് ഈ സംഘടനയിൽ ഉള്ളത്. ഏകദേശം ഈ സംഘടനയിൽ 3 വർഷമായി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മോഹൻലാലാണ് അമ്മയുടെ പ്രസിഡൻറ്റ്. ഇപ്പോഴും അദ്ദേഹം പ്രസിഡൻറ്റ് സ്ഥാനം തുടരുന്നു. പിന്നീട് നമുക്ക് അറിവില്ലാത്തൊരു കാര്യം ചിലർക്ക് അറിയുന്നുണ്ടായിരിക്കും. ഈ സംഘടനയ്ക്ക് അമ്മ എന്ന പേര് നൽകിയത് നമ്മുടെ അന്തരിച്ചുപോയ മുരളിയാണ്. അദ്ദേഹമാണ് ഈ ആശയത്തിന് ഇങ്ങനെ ഒരു പേര് നിർദ്ദേശിക്കുകയും അത് മറ്റുള്ള എല്ലാവരും കൂടി അംഗീകരിക്കുകയും ചെയ്തത്. ഇത് ഞാൻ ഈ കഴിഞ്ഞ ജനറൽ ബോഡിയെക്കുറിച്ച് ഉള്ള ഒരു ചെറിയ വിശദീകരണമാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.